രുദ്രൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇങ്ങനെയെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കാതെ പാറുവിനോട് പറ. അവൾ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഏയ് അതൊന്നും വേണ്ട. ഈ പ്രശ്നങ്ങളൊന്നും നിന്നെ പോലും അറിയിക്കണ്ടെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്. ഒന്നും പറയാതിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവോ? അച്ഛനൊറ്റയ്ക്ക് രുദ്രനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ കഴിയില്ല. അത് സമ്മതിക്കാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വേണം അച്ഛന്റെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ. അമ്മ പാറുവിനെ വിളിക്ക്. അമ്മയാണല്ലോ. അമ്മേ. മോളെ, നീ ജോലിക്ക് കയറിയോ? ആ, ഇപ്പൊ കയറും. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ. ഒന്ന് കഴിയുമ്പോ ഒന്നെന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുവോ മോളെ? എന്ത് ചെയ്യണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ വിഷമിക്കാതെ കാര്യം എന്താന്ന് പറ. ചെക്കന്റെ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ദൈവം സഹായിച്ച് വളരെ നല്ല കൂട്ടരെയാ നമുക്ക് ബന്ധുക്കളായി കിട്ടിയിരിക്കുന്നെ. അവര് നമ്മുടെ കൂടെ നിൽക്കുന്നതാ ഇപ്പൊ ആകെയുള്ളൊരു ആശ്വാസം. പിന്നെന്താ അമ്മ പ്രശ്നം? ലക്ഷ്മിയുടെ കല്യാണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്താനായിട്ടല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. ആ രുദ്രൻ അവനെ ക്ഷണിക്കാത്തതിന്റെ ദേഷ്യത്തിൽ അതേ ദിവസം ആ ഹാള് മറ്റൊരു പരിപാടി നടത്താനായിട്ട് കൊടുത്തു. അതെങ്ങനെ ശരിയാവും? നമ്മൾ അഡ്വാൻസ് കൊടുത്ത് എല്ലാം ഉറപ്പിച്ചതല്ലേ? ക്ഷണക്കത്തിലും ആ ഹാളിന്റെ പേര് തന്നെ അച്ചടിച്ചു. അതെല്ലാവർക്കും കൊടുത്തതിനു ശേഷം ഹാള് മാറ്റുന്ന മര്യാദയാണോ? മര്യാദ എന്താണെന്ന് അറിയുന്നവരോടല്ലേ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റൂ. അവനതില്ലല്ലോ. പഞ്ചായത്ത് അവന്റെ കൈക്കുള്ളിലായതുകൊണ്ട് അവൻ എന്തും ചെയ്യാം. ഹാളിന്റെ ആളുകൾ വേണമെങ്കിൽ അഡ്വാൻസ് തിരിച്ചു തരാന്ന് എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അവരെപ്പോഴാ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത്? 3-4 ദിവസമായി മോളെ. എന്നിട്ടെന്താ നിങ്ങൾ എന്നെ കാര്യം അറിയിക്കാതിരുന്നത്? നിന്നോടൊന്നും പറയരുതെന്ന് അച്ഛനാ പറഞ്ഞത്. അച്ഛൻ നാട്ടുകാരെയും കൂട്ടി അവനോട് പലവട്ടം സംസാരിക്കാൻ പോയി. പക്ഷെ അവൻ ഹോള് വിട്ടു തരില്ലെന്നുള്ള വാശിയില്ല. എന്റെ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മോളെ. നമുക്ക് വേറെ ഏതെങ്കിലും ഹാള് നോക്കിക്കൂടെ? ഈ അവസാന നിമിഷം എവിടുന്നാ മോളെ വേറെ ഹാള് കിട്ടുക? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി. കല്യാണ സീസൺ ആയതുകൊണ്ട് ഒരു ഹാള് പോലും ഒഴിവില്ല. എനിക്ക് വരുന്ന ദേഷ്യത്തിന് അവനെ കൊല്ലാനാ തോന്നുന്നത്. അമ്മ വെറുതെ ദേഷ്യത്തിൽ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുത്. രുദ്രന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അതാ നമുക്ക് പ്രധാനം. എന്ന് കരുതി അവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് സഹിച്ചു നിൽക്കണമെന്നാണോ നീ പറയുന്നത്? എന്റെ കുടുംബത്തെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിട്ട് എനിക്ക് കല്യാണം വേണ്ട. അവര് നമ്മുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയതല്ലേ. നമുക്ക് പന്തല് പണിയാനുള്ള സാധനങ്ങൾ ആ ഹാളിൽ തന്നെ ഇറക്കാം. അവര് പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോകുന്ന അതിനിടയില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചേച്ചി ഇടപെടരുത്. ഇതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. രുദ്രനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിക്കാം. അതിന് അവനോട് ഇനി എന്ത് സംസാരിക്കാനാ മോളെ? ഈ കല്യാണം മുടക്കാൻ അവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അവനോട് ചെന്നും കെഞ്ചാൻ നമുക്കെന്ത് തലയിലെടുത്തോ? നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവന് ഇത്ര അഹങ്കാരം കാണിക്കാമെങ്കിൽ ആരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന നമുക്ക് അഭിമാനത്തോടെ ജീവിച്ചുകൂടെ? നമ്മള് വാശി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ കല്യാണം ആ ഹാളിൽ വെച്ച് നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വിട്ടുകൊടുത്തേ പറ്റൂ. ചേച്ചിയുടെ കല്യാണം അതേ ഹാളില് അതേ ദിവസം തന്നെ നടക്കും. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. നീ എന്ത് ചെയ്യാനാ മോളെ? അങ്ങനെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല അമ്മ. എനിക്ക് കുറച്ച് ആലോചിക്കാൻ സമയം തരൂ. ഞാനൊരു വഴി ഉണ്ടാക്കാം. ചേച്ചിയുടെ കല്യാണം ശരിയായതും നമ്മുടെ സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടിയതും ഒന്നും എന്റെ മിടുക്കൊണ്ടല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ. അതുപോലെ
ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയും ദൈവം കാണിച്ചു തരും. നിങ്ങൾ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക്. ജോലിക്ക് കയറാൻ സമയമായി. ഞാൻ പിന്നെ വിളിക്കാം. എന്താ മോളെ ഇവളിങ്ങനൊക്കെ പറയുന്നത്? അവൾക്ക് ജോലി തിരക്കുണ്ടാവും അമ്മേ. അവൾ അത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. അമ്മ സമാധാനായിട്ട് വാ വാ. എന്തുപറ്റി തിരുമേനി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. പ്രിയദർശൻ എന്നല്ലേ മകന്റെ പേര് പറഞ്ഞത്? അതെ. അയാളുടെ ജാതകം കയ്യിലില്ലേ? ഉവ്വ്. ഒന്ന് തരും. ദാ. മകന്റെ കല്യാണം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? തുടക്കത്തില് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ സഹോദരന്റെ മകളുമായി അവന്റെ കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ മകന് പാർവതി എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അതിന്റെ പേരില് ഞങ്ങള് തമ്മില് ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പാറുവിനെ അടുത്തറിഞ്ഞപ്പോഴാണ് അവനെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോ അവളെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ജോത്സ്യനെ ആളുകൾ വിളിച്ചു വരുത്തുന്നതിന് പല കാരണങ്ങളുണ്ടാവും. നിങ്ങൾ എന്തറിയാനാ എന്നെ വിളിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാറുവും പ്രിയനും തമ്മില് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് പാറു പറയുന്നില്ല. ഇതുകൊണ്ട് അവരുടെ ബന്ധം തകരുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്റെ മകൻ മാനസികമായി ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് പരസ്പരം ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് അവരുടെ സമയദോഷം കാരണമാണോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അതൊന്ന് നോക്കി പറയോ തിരുമേനി? ശരി, ആ പെൺകുട്ടിയുടെ പേരും നക്ഷത്രവും ജനനതീയതിയും പറയൂ.